ആ കൊറിയർ സർവീസും താളം തെറ്റി. നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതോടെ വരുമാനം കുത്തനെ ഇടിഞ്ഞു. കൊല്ലം ഡിപ്പോയിലെ കളക്ഷൻ 20,000 രൂപയിൽ നിന്ന് 5,000 കുറഞ്ഞു. സ്വാഭാവികമായിട്ടും സ്വകാര്യ കമ്പനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ടാവും. സ്വകാര്യ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനാൽ യഥാർത്ഥ കളക്ഷൻ KSRTCക്ക് ഇപ്പോൾ ലഭ്യമല്ല. AV ജയശങ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഈ കൊല്ലത്തെ KSRTC നല്ല വൃത്തിയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കൊറിയർ സർവീസ് ആണെന്നാണ് കേൾക്കുന്നത്. ആരാണിത് വന്ന് കുളമാക്കിയത് ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും കൊല്ലത്തെ KSRTCയുടെ കൊറിയർ സർവീസ് ആകെ താളം തെറ്റിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മിക്ക ഡിപ്പോകളിലും വരുമാനം കുത്തനെ കുറഞ്ഞു. ഇപ്പൊ കൊല്ലത്തെ പ്രധാന ഡിപ്പോയ കൊല്ലം ഡിപ്പോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ 20,000 രൂപയോളം ഇത്തരത്തിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പോൾ 5,000-ൽ താഴെ മാത്രമാണ് വരുമാനം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു കരാർ അടിസ്ഥാനത്തിൽ 500 രൂപ ശമ്പളത്തിൽ ഒരു ജീവനക്കാരൻ മാത്രമാണ് കൊല്ലത്തെ ഡിപ്പോയിലുള്ളത്. അതും 24 മണിക്കൂറും ആ കൊറിയർ റൂം പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ പരിമിതിയുണ്ട്. ഒപ്പം തന്നെ ഈ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വരുമാനം കുത്തരെ ഇടിഞ്ഞത്. മുമ്പൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു ബസ്സിൽ കയറ്റി സാധനം കേരളത്തിൽ എവിടെയും എത്തും എന്നൊരു ഉറപ്പ് KSRTC നൽകിയിരുന്നു. ആ ഉറപ്പിന്റെ പുറത്ത് വലിയ തോതിൽ ആളുകൾ ഈ KSRTC വഴി കൊറിയർ സർവീസ് ഉപയോഗപ്പെടുത്തി സാധനങ്ങൾ അയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആകെ താളം തെറ്റി. സംസ്ഥാനത്ത് തന്നെ നോക്കുമ്പോൾ കുറച്ച് ജില്ലകളിൽ പ്രധാന നഗര കേന്ദ്രങ്ങൾ മാത്രമാണ് 24 മണിക്കൂറും KSRTCയുടെ കൊറിയർ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്വകാര്യ കമ്പനിയാണ് നടത്തുന്നത്. അപ്പോൾ ഇത് കൊല്ലത്തെ മാത്രം ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. സംസ്ഥാനത്ത് അന്വേഷിച്ചാൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെ KSRTC ഡിപ്പോകളിലും ഇത്തരത്തിൽ വരുമാനത്തിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിച്ചു എന്നാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു ഇഫക്ട് കൊല്ലത്തും എന്തായാലും ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് എന്തായാലും ഈ പദ്ധതി ആകെ താളം തെറ്റിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ബില്ലിംഗ് സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ വരുമാനം ഉൾപ്പെടെ സ്വകാര്യ കമ്പനി ആയതിനാൽ KSRTCക്ക് നേരിട്ട് പരിശോധിക്കാനും പരിമിതിയുണ്ട്. എന്തായാലും മന്ത്രി ഇത് വാർത്ത കാണുകയാണെങ്കിൽ ഇതിൽ ഇടപെടണം. നല്ല പോലെ പോയൊരു കൊറിയർ സർവീസ് ആയിരുന്നു KSRTCയുടെ അധിക വരുമാനം, യാത്രേതര വരുമാനം എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ അത് നല്ലപോലെ കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്തം മന്ത്രിക്കും സർക്കാരിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. കൊറിയർ സർവീസ് വൃത്തിയായിട്ട് നടത്തിക്കൊള്ളും. ഇപ്പൊ മറ്റു സോഴ്സുകളിൽ നിന്നുകൂടിയൊക്കെ വരുമാനം കണ്ടെത്തിയാലേ KSRTCക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതല്ലാതെ ഒരു മാസം 60-65 കോടി രൂപ വീതം